കിടക്കാൻ നേരം നേന എന്നോട് ചോദിക്കായിരുന്നു, അമ്മ ഞാൻ ഈ സമയമൊക്കെ ആയപ്പോൾ ഐസൊക്കെ ഓപ്പൺ ചെയ്തോ, എൻ്റെ ഫേസൊക്കെ റെഡിഷ് ആയിരുന്നു എന്നൊക്കെ. കാര്യം സിസേറിയൻ്റെ പെയിൻ കാരണം എനിക്ക് സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിനെ കിട്ടി. നേന വന്നെങ്കിലും ഞാനും ആയിരുന്നു അന്ന് മനസ്സ് മുഴുവൻ. പോകെയാണ് നേന നമ്മുടെ മനസ്സിലോട്ട് ഇടം പിടിച്ചത്. പറഞ്ഞു വരുന്നത് നമ്മുടെ നേനയുടെ 11th ബർത്ത്ഡേ ആണ്. മലൈക്കാസാണ് കേട്ടോ. നേന കേക്കിൻ്റെ ഡിസൈൻസൊക്കെ നേരത്തെ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പിക്ചേഴ്സൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ക്രീം എന്താ വേണ്ടേ, അതേപോലെ റൈറ്റിങ്സ് എന്താണ്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായാലും എല്ലാത്തിനും ഭയങ്കര പ്ലാനിങ്ങാണ്. നമ്മളൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ വൈറ്റ് ഒരു റോസപ്പൂവുള്ള ഒരു കേക്ക്, അത് മാത്രമായിരുന്നു പണ്ട് ബേക്കറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര തരം വെറൈറ്റി കേക്ക്സ് ആണ് അല്ലേ. നേനയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെയായിരുന്നു ഈ പ്രാവശ്യം പിറന്നാൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. പാലടയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പിയൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ലാസ്റ്റ് വീക്കിൽ ഞാൻ ഇട്ടിരുന്ന പോസ്റ്റിൽ മീൻകറിയുടെ റെസിപ്പിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു അത് കുറച്ചും കൂടെ കുറുകണം, അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്യണുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. മേ ബി ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മീൻകറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവായിരുന്നില്ല. ആക്ച്വലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ വീഡിയോസ് 90% കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണെന്ന്. ഇങ്ങനെ ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളതാണ് കേട്ടോ എനിക്കൊരു പ്രചോദനം. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ അല്ലവലാദികളായിട്ടുള്ള ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാലട ഏകദേശം ഒന്നും ആയിട്ടില്ല. പാലൊഴിച്ചു, ഇനി അടയിട്ട് ഇതങ്ങ് കുറുക്കി എടുക്കണം. കുറച്ച് ടൈം എടുത്തു. ഞാൻ ആക്ച്വലി അന്ന് പാലട മാത്രമാണ് ഉണ്ടാക്കിയത് കേട്ടോ. പാലട ഏകദേശം കുറുകി ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ പിള്ളേർ വരുന്നതിന് മുന്നേ ഫുഡ് കഴിക്കും. കുറേ നാളായി പായസം കുടിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ പപ്പടവും പഴമൊക്കെ കൂട്ടി പായസം കുടിച്ചു. ഈ പാലട എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം ഈ അട ഒരു ടേസ്റ്റ് ഇല്ല. ഞാൻ റോസ്റ്റേഴ്സിൻ്റെ അടയാണ് വാങ്ങിച്ചിരുന്നത്. അത് അത്ര ഗുണമില്ല കേട്ടോ. എന്തോ എനിക്ക് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായില്ല. ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു അതിന്. പക്ഷെ പായസം ഞാൻ ഫുള്ളും കുടിച്ചിട്ടോ. നല്ല വല്ല അട നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നാണ് നേനയുടെ ബർത്ത്ഡേ. ഞാനിന്നൊരു വെജിറ്റബിൾ പുലാവ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് എല്ലാവർക്കും അറിയുന്നതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസ് ഇടാം കേട്ടോ. ഞാൻ കാണുന്നതൊക്കെ ഇടും. കോളിഫ്ലവർ, പനീർ, ദെൻ ഗ്രീൻ പീസ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ഇടാം. മറ്റേ ബീട്രൂട്ട് ഇടാറില്ല, അതിനൊരു റെഡിഷ് കളറായിട്ട് വരും. ഈ നമ്മുടെ കോളിഫ്ലവറിൽ സോൾട്ടും മറ്റേ മഞ്ഞപ്പൊടിയും കൂടിയും ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുമല്ലോ. അതൊക്കെ ചെയ്തതിന് ശേഷം കുക്കറിലാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് നമ്മളുടെ ഹോൾ സ്പൈസസ് ആണ് ഫസ്റ്റ് ഇടേണ്ടത്. പക്ഷെ ഞാനത് മറന്നുപോയി. ഞാൻ അറിയാതെ അണിയൻസ് എടുത്തിട്ടു. അത് കുഴപ്പമൊന്നുമില്ല. അണിയൻസ് ഇട്ട് ടൊമാറ്റോ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ. ഈ കുക്കറിനൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ അലുമിനിയത്തിൻ്റെ കുക്കർ മാറ്റി സ്റ്റീലിൻ്റെ ആക്കി. പെട്ടെന്ന് പുകഞ്ഞ് പിടിക്കുക, അടി പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ എന്തായാലും പിടിച്ചത് കരിഞ്ഞു തുടങ്ങും. അപ്പോൾ എനിക്കിത് ഹാൻഡിൽ വിത്ത് കെയറാണ്. കുറേ പ്രാവശ്യം അധികം യൂസ് ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ എപ്പോൾ ഉണ്ടാക്കിയാലും കരിഞ്ഞു പോവും. അടിയിലൊക്കെ കുറേ പിടിക്കാറുണ്ട്. ഞാനിപ്പോൾ അടപ്പ് അത് കാരണം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടത്. ജിഞ്ചർ, ഗാർലിക്ക്, അതേപോലെ ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തതും ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തു. ചെറുതായിട്ടൊന്ന് ഒരു 5 minutes ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. അരി ഞാൻ അപ്പോഴത്തേക്കും കഴുകാനെടുത്ത് വെച്ചു. 1 ഗ്ലാസ് അരി ഞാനങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാറൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ കഴുകിയെടുക്കുകയുള്ളൂ. ആവി വരുന്ന കണ്ടോ. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണതാണ് കേട്ടോ. ഞാൻ കുറച്ച് അത്ര മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇന്നലെ ഞാൻ ചെയ്തപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഓഫ് മീറ്റ് മസാലയും കൂടി ഇട്ടു.
ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് എന്താ പറയുക, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ, എക്സ്പീരിയൻസ് അല്ല സോറി, എക്സ്പെരിമെൻറ്റ്. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഈ ചോറല്ല അരി എടുത്തിടണം. ഈ അരിക്ക് വാട്ടറിനൊരു കണക്കുണ്ട്, അത് ഞാൻ സൈഡിൽ അപ്പം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ നല്ല നീളമുള്ള ബസ്മതി റൈസാണ് ഇങ്ങനെ പുലാവ് ഉണ്ടാക്കാൻ എടുക്കുക കേട്ടോ. അതും കൂടി എടുത്തിട്ട് വെള്ളം ഉപ്പിട്ട് വേവിക്കുക. അപ്പം നമ്മൾ മസാലയിൽ ഉപ്പിടുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇടാൻ. അതിന് ശേഷം ഇതും കൂടി എടുത്ത് വെച്ച് അടപ്പിട്ടതിന് ശേഷം ഒറ്റ വിസിൽ ഓഫ് ചെയ്യുക. ദെൻ എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അടിപൊളി എന്താ പറയുക, പുലാവ് റെഡി ആയിട്ടുണ്ടാവും. മസാല റൈസൊന്നോ പുലാവെന്നോ ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാണ്ടാവുമ്പോഴേ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്ക്. ഇവിടെ അത് വർക്കൗട്ട് ആകുന്നുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാലഡ് മറ്റേ തൈര് സാലഡില്ലേ, അതും ഒരു പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ പനീറും കൂടി ഇട്ടായിരുന്നേ. പനീറും പിന്നെ ഹോൾ സ്പൈസസ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇടാൻ ഞാൻ മറന്നുപോയി എന്ന്, അതാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ടത്. What is that? Huh? Birthday gift? Oh my god. നേന സ്കൂളിൽ നിന്ന് എത്തി. നേനയുടെ ഫ്രണ്ട് ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയി ആൾ. അതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ആ കാണുന്നത്. എന്താണ് ഗിഫ്റ്റ് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുക. Wait. Careful. ആ വൈറ്റ് ഇതിൽ ഇത് ജസ്റ്റ് ഹാങ് ചെയ്ത് ഷോമി. ഓ നെഹൽ. No, she bought it. From where? I don't know. നെഹൽ എന്നൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടല്ലേ. Yeah, she customized it. She told me. She said it was Spider-Man. 32 dirhams. You know. പൈസയും പറഞ്ഞു. Yeah, I asked how much is it. പിന്നെ തെരേസക്ക് അറിയോ യു ആർ സ്പൈഡർമാൻ ഫാൻ? Yeah. Huh? Yeah. ഇവിടെ എങ്ങനെ തൂക്കിയിട? സോ യു ഡോണ്ട് വാണ്ട് ടു ഓപ്പൺ ദ കബോർഡ്. നേന ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേർക്ക് ഈ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾക്കും ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേക സന്തോഷം തന്നെ. പക്ഷേ നേന ഇന്ന് രാത്രി തൊട്ട് തുടങ്ങും അടുത്ത ബർത്ത്ഡേക്കുള്ള പ്ലാനിങ്. ഇനി നെക്സ്റ്റ് എൻ്റെ ബർത്ത്ഡേക്ക് എന്താ ചെയ്യാമോ, എന്ത് കേക്കാണ് വാങ്ങിക്കുക, എന്ത് ഡ്രസ്സാണ് വാങ്ങിക്കുക, എവിടെയാണ് നമ്മൾ പോവുക എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ് തുടങ്ങും. ഇവർക്ക് ബർത്ത്ഡേ വരാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ. പക്ഷെ നമുക്ക് ഇവരുടെ വലുതാവുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. എന്ത് പെട്ടെന്നാലേ ഇവരൊക്കെ വലുതായി വരുന്നത്. ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പോലെയാണ് കുട്ടികൾ വലുതാവുന്നതെന്നൊക്കെ സിനിമയിൽ പറഞ്ഞേക്കുന്നുണ്ട്. ശരിയാണത്. കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ പോലെ തോന്നുന്നു. ദിവസങ്ങൾ അത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അവരിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും ഒരു കുഞ്ഞായിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ കുഞ്ഞായിരിക്കാനും നമ്മൾ വയസ്സാവാതിരിക്കാനും ഒക്കെയാണ് നമുക്കിഷ്ടം. ആരോട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഇന്നലെ നേനോട് പറഞ്ഞാളാ പറഞ്ഞു. ഞാനും പറഞ്ഞില്ല അവരുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. അപ്പൊ എന്താ എന്റെ ബർത്ത്ഡേ ഇല്ലാത്ത? വഴക്കിട്ട് പോലെ പറയാ കം കടങ്ങി പോലെ. നേനന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാത്തതിന്റെ പരിഭവമാണ് കാണിക്കണത്. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവും എനിക്കറിയാം. ഞാനപ്പോൾ വീഡിയോ ജസ്റ്റ് എടുത്ത് വെച്ചതാ. വഴക്കിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് നേന പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ച കേക്ക് കേട്ടോ. കേക്കിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ ആക്ച്വലി വിട്ടുപോയി. വേറെ ആരും ഉണ്ടായിരുന്നില്ല. നേനയുടെ ഒരു ഫ്രണ്ടുണ്ട്, വേറെ നീലുവിനെ വിളിച്ചിട്ടുണ്ട്. ഇത് ജിയാന, നേനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. നമ്മളെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്നു. നീലു കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു.
വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. കുറേ നാളുകളായിട്ട് ആക്ച്വലി വർക്കിംഗ് ഡേ ആയതുകൊണ്ടല്ല, ബർത്ത്ഡേസിന് ഇപ്പോൾ സെലിബ്രേഷനൊക്കെ നമ്മൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മളെവിടെയെങ്കിലും ഒരു ഔട്ടിങ് പോകലാണ് പതിവ്. ഔട്ടിങ് ഇൻ ദ സെൻസ് ഇവിടെ തന്നെ. ബട്ട് പറ്റിയില്ല ഈ പ്രാവശ്യം. വർക്കിംഗ് ഡേ ആയിരുന്നു. പിന്നെ ഭയങ്കര ചൂടായത് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു ഡാൻസിൻ്റെ ഫങ്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെ വീക്കെൻഡ്സിൽ വരുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും ഞാനിവിടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നേനയുടെ ഫ്രണ്ട് നീലു കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. ഫുഡ് നമ്മൾ പുറത്ത് KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങി. ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിയ വരെ പോയതാണ്. ബർത്ത്ഡേ ബേബീസിന് ദുബായിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെന്ന് പല റീൽസിലും കണ്ടിട്ടുണ്ട്. എപ്പോഴും ബർത്ത്ഡേ അത് കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, അടുത്ത ബർത്ത്ഡേ വരുമ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രാവശ്യം തന്നെ നേനയുടെ ബർത്ത്ഡേക്ക് എന്തായാലും സാഹിയുടെ അടുത്താണല്ലോ, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. സത്യമാണ്, നമ്മൾ ബബിയിൽ പോയിരുന്നു. അവിടെ ബൈ 1 get 1 ഫ്രീ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എവിടെ പോണേ? മരുപ്പച്ചയിലാണോ? എന്താ കോംപ്ലിമെന്ററി ഡ്രിങ്ക് കിട്ടുമോ ചോദിക്കാൻ പോണോ? ഇവിടെ എങ്ങനെയാണ് 1 buy 1 get 1 ഫ്രീ? ബർത്ത്ഡേകളില് ഫ്രീ ആന്ന് പറഞ്ഞേ. ബർത്ത്ഡേകളില് ഫ്രീ ആണ്. നോക്കാം. വേറെ ഒരു സ്ഥലത്ത് കൂടി ഉണ്ട്. എന്താണ് കോഴിക്കോട് സ്റ്റാറില്. അവിടെ പോകാൻ പറ്റില്ല. എല്ലാം അവിടെ നടക്കണേന്ന് അല്ല, ഇതൊരു എന്റർടൈൻമെന്റ് ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് കഴിക്കാൻ പോകുക കാശ് കൊടുക്കുന്നത്. ഈ പെട്രോൾ എത്തിക്കുന്നേക്കാളും നല്ലത് എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ഫ്രീ കിട്ടുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷത്തില്ല. ആൾക്കാർ മലയാളികളെ അപ്പൊ നോക്കാം. നെക്സ്റ്റ് നമ്മൾ പോയത് മൗസിയിലോട്ടാണ്, അവൽ മിൽക്ക് കിട്ടുന്ന സ്ഥലം. ഇപ്പം ഈ മൂവയിലെ കൊമേഴ്ഷ്യലിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും ഇതേപോലെ കഫ്റ്റീരിയാസും കഫേസും ഒക്കെ ഉള്ളത് കാരണം ഉണ്ടല്ലോ, ഫുഡീസിന് പറ്റിയൊരു സ്പോട്ടായിട്ട്. പൈസ കൂടുമ്പോഴല്ലേ? ഓഫർ കൂടി വരുന്നു, പെർസെന്റേജ് കൂടി. അടുത്ത മാസം വരെ അടുത്ത ബർത്ത്ഡേ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആയത് കാരണം ആക്ച്വലി ഞങ്ങൾക്ക് ഇന്നലെ എല്ലാവരും ഒന്ന് കറങ്ങാൻ പറ്റി. ബബി വാങ്ങിച്ചു, മൗസി വാങ്ങിച്ചു. പിന്നെ കോഴിക്കോട് സ്റ്റാറിലും ഇതേപോലെ എന്തോ ഒരു ഓഫർ ഉണ്ട്. പക്ഷേ അവിടേക്ക് ഞങ്ങൾ പോയില്ല. ഒന്നാമത്തെ സ്റ്റൊമക്ക് ഫുള്ളായിരുന്നു. ഫുഡൊക്കെ അടിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ അതുമല്ല ലേറ്റായി. എല്ലായിടവും തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കഴിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഏട്ടൻ പറഞ്ഞ പോലെ ഫ്രീ ആയി കിട്ടുമ്പോൾ 19 റംസിന്റെ പെട്രോൾ കത്തിച്ചിട്ടാണ് 10 റംസിന്റെ ഫ്രീ ഉള്ള സാധനം മേടിക്കാൻ പോയതെങ്കിലും ഒരു മനസ്സുഖം. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, നേനയ്ക്കത് ബർത്ത്ഡേയുടെ അന്ന് തന്നെ കിട്ടിയപ്പോഴേ ആൾക്കതെന്തോ അവരെന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. നട്ട്സും ഇതൊക്കെ ഉണ്ട്. ബ്രെയിനിന്റെ പീസ് കിട്ടില്ല. റൗണ്ട് ബോട്ടിൽ ഐസ്ക്രീം മൗസിയില് ബർത്ത്ഡേ ഗേളിന് ഒരു അവൽ മിൽക്ക് ഫ്രീ ആണ്. അതുപോലെ ആൾക്ക് എത്ര വയസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് നെക്സ്റ്റ് വാങ്ങിക്കുന്ന വേറൊരു അവൽ മിൽക്കിന് നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. അങ്ങനെയാണ്. കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ബിരിയാണിയും
രാത്രി ഡിന്നറിനാണെങ്കിൽ ഒരു ഹോൾ ചിക്കനുമാണ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് പക്ഷേ ഈ മെയ് ലാസ്റ്റ് വരെ ഓഫറുള്ളൂ കേട്ടോ. ഞങ്ങൾ അതൊന്നും വാങ്ങിക്കാൻ പോയില്ല. ഈ ഡെസേർട്ട്സാണ് ട്രൈ ചെയ്തത്. ബബിയിലും മൗസിയിലും എന്തായാലും കൊടുക്കുന്നുണ്ട്, ബിക്കോസ് നമുക്ക് ആ ഓഫർ കിട്ടിയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ബേബീസ് ഉണ്ടെങ്കിൽ എന്തായാലും പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മൗസിയിലെ അവൽ മിൽക്ക് സൂപ്പറാണ്. ബബി പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും ബബിൾ ടീ ചിലപ്പോൾ കഴിച്ച് കാണും. മൽഗോവൻ ടെൻഡർ കോക്കനട്ടുമാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൽ ടെൻഡർ കോക്കനട്ടാണ് ഏട്ടന് കുറച്ചുകൂടെ ഇഷ്ടമായത്. എവിടെ നേനാ ഇപ്പൊ ബൈ ബൈ പറഞ്ഞേ? എവിടെ പോയി? ഓ കഴിച്ച് മതിയായില്ലേ? ബൈ ബൈ പറയ്. ബൈ ബൈ. നേന ഫുഡ് കോമയിലായി എന്നാ പറയണേ. വയറ് നിറഞ്ഞു അതിനാണ് ഈ പറയുന്നത്. പുതിയ പുതിയ വേർഡുകളൊക്കെയാണ്. ഈ ന്യൂജൻ പിള്ളേരുടെ വേർഡ്സ് ഒന്നും നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. പുതിയ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അവരിപ്പോൾ ആ ലോകത്താണല്ലോ ജീവിക്കുന്നത് അല്ലേ. നമ്മളൊക്കെ പണ്ട് മുഖം വീർപ്പിച്ചും കൈ കൊണ്ട് സെറ്റ് ഔട്ട് അങ്ങനെയൊക്കെയാണല്ലോ പിണക്കമൊക്കെ അറിയിച്ചിരുന്നത്. അവരിപ്പോൾ എങ്ങനെയാ അൺഫ്രണ്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അവരുടെ ലോകത്ത് അതൊക്കെയാണ്. കാലം മാറുന്നു അല്ലേ. ഞാൻ ഈ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു, നേന ജനിച്ചപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ഇന്നത്തെ വിശേഷവും അന്ന് നേന എങ്ങനെയായിരുന്നു ഇതൊക്കെ പറഞ്ഞ് എല്ലാവരോടും താങ്ക് യു പറഞ്ഞു. നേന എക്സ്ട്രീമിലെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് അങ്ങനെ സെലിബ്രേഷനായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ ആളെ ഹാപ്പിയാക്കാൻ നോക്കി. ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം പിള്ളേരോട്, അത് നാനുനോടും നേനോടും തോന്നണത് അവർ ഉറങ്ങിക്കഴിയുമ്പോഴാണ്. കാരണം അവർ എഴുന്നേറ്റിരിക്കുന്ന സമയം മുഴുവൻ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ദിവസം മുഴുവൻ ഉപദേശങ്ങളും വഴക്കുകളും കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് അവർ ഉറങ്ങിക്കഴിയുമ്പോൾ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സോറി പറയലും അതൊട്ട് അവരറിയുന്നുമില്ല. എന്താ ചെയ്യുക, എൻ്റെ ഉള്ളിലുള്ള മോമോമീറ്റർ എപ്പോഴും ഹൈ ആയിരിക്കും ഡേ ടൈമിൽ. അത് ഡൗൺ ആവുന്നത് രാത്രിയാവണം. നിങ്ങളിങ്ങനെ തന്നെയാണോ? So badly she gave me hint that it's like somewhere it's cold. Thank you Gianna, Teresa, Priya, Aditi, Shahira, Amma, Abba, Nanu, Kutimani, Achu, Dishamai, Sandimanan, Susanali, Lelani, Ryan, Eva, Hannah ചേച്ചി, പിന്നെ കുഞ്ചി. ഇനി ഞാൻ അധികം പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി വീഡിയോ ആയി. എല്ലാവരും നേനയ്ക്ക് വിശ്വസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഞാനിന്ന് ഉണ്ടാക്കിയ വെജിറ്റബിൾ പുലാവ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലുള്ള സൂസീസ് പേജ് എന്ന് പറഞ്ഞ ID എന്നാണ്. അതിൽ ഒരുപാട് റെസിപ്പീസൊന്നുമില്ല, പക്ഷേ ബിഗിനേഴ്സിന് പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്.